Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ AEC ഫോർ ലിറ്ററേച്ചേഴ്സിലെ മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഡാനിഷ് റൈറ്റർ ഡോർത്തെ നോൾസ് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുടെ ഒരു സവിശേഷത ഇതൊരു പോസ്റ്റ് മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ഫ്രാഗ്മെന്റഡ് നരേറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് സാധാരണ കഥകളിൽ നമ്മൾ കാണുന്ന പോലെ ഒരു തുടക്കം, അതുപോലെ ക്ലൈമാക്സ് തുടങ്ങിയിട്ടുള്ള രീതിയിലൊന്നുമല്ല ഈ കഥ വരുന്നത്. ഒരു നരേറ്റീവ് പോലെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ആ കാര്യം അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. നമ്മളിവിടെ ഈ സ്റ്റോറിയുടെ ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ സമ്മറി നോക്കാം. Dorthe knows his story, Mutual Destruction, deals with the destructive nature of masculine friendships, where suppressing emotions is seen as a necessary quality. ഈ സ്റ്റോറിയിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് മാസ്കുലൈൻ ഫ്രണ്ട്ഷിപ്സ്, പുരുഷ സൗഹൃദങ്ങളിലുള്ള ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ എന്നാണ് ഇവിടെ പറയുന്നത്. വേർ സപ്രസിങ് ഇമോഷൻസ് ഈസ് സീൻ ആസ് എ നെസസറി ക്വാളിറ്റി. നമുക്ക് പുരുഷന്മാരെ കുറിച്ച് സ്റ്റീരിയോടൈപ്പിക്കലായിട്ട് നമ്മുടെ സമൂഹത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ആൺകുട്ടികൾ കരയില്ല, അവര് ഈ ഇമോഷൻസ് പ്രകടിപ്പിക്കില്ല എന്നുള്ള രീതിയിൽ. അതൊന്നും ശരിയാണ് എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അങ്ങനെയുള്ള ഒരു സ്റ്റീരിയോടൈപ്പാണ് നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ പുരുഷ സൗഹൃദങ്ങളിലുള്ള ഡിസ്ട്രക്റ്റീവ് നേച്ചറിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിന്റെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉദാഹരണമായിട്ട് എടുത്തു പറയാവുന്നത് ഒരുപക്ഷെ നമ്മുടെ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആൺകുട്ടികൾ ഒരുപക്ഷെ കൂട്ടുകാരുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇടപെടുക, വഴക്കുണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഒരു വയലൻസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന, എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അങ്ങനെയുള്ള ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ ആൺകുട്ടികൾ അങ്ങനെയാണ് വേണ്ടതെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മനോഭാവത്തിനൊരു വിമർശനമായിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി കാണുന്നത്. The narrative begins with Henrik reflecting on his relationship with his old friend Morten as he watches him on his farmyard. ഈ സ്റ്റോറി തുടങ്ങുന്നത് ഹെൻറിക് എന്ന് പറഞ്ഞൊരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തായിട്ടുള്ള മോർട്ടനെ കുറിച്ച് ചിന്തിക്കുകയാണ്. മോർട്ടനെ നോക്കിക്കൊണ്ടാണ് ഇയാൾ ചിന്തിക്കുന്നത്. മോർട്ടൻ അദ്ദേഹത്തിന്റെ ഫാമിൽ ഇങ്ങനെ അയാൾ ഒരു ഡോഗിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് നോക്കിക്കൊണ്ട് ഹെൻറിക്ക് ആ സുഹൃത്തിനെ കുറിച്ചും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുന്നതാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. മോർട്ടൻ ഈസ് നൗ എലോൺ. ഹിസ് വൈഫ് ടിന ആൻഡ് ചിൽഡ്രൻ ഹാവ് ലെഫ്റ്റ് ഹിം. അപ്പോൾ മോർട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അയാളുടെ വൈഫ് ടിനയും കുട്ടികളും അയാൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. അപ്പോൾ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം ആണ് തന്റെ സുഹൃത്ത് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഹെൻറിക്ക് ഇങ്ങനെ ഓർക്കുന്നു. മോർട്ടൻ ഈസ് അക്കമ്പനീഡ് ഓൺലി ബൈ എ ഡാഷുണ്ട്, എ ബ്രീഡ് ഹെൻറിക്ക് ഡിസ്ലൈക്സ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോഗാണ് ഈ മോർട്ടന്റെ കൂടെയുള്ളത്. ഡാഷുണ്ട് എന്നാണ് പറയുന്നത്. ചെറിയൊരു ഡോഗാണ്, അതുപോലെ അഗ്രസീവ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഹെൻറിക്കിന് ആ ഒരു ഡോഗിന് ഇഷ്ടമല്ല. ഹെൻറിക്കിന് കുറച്ചുകൂടി വലിയ ഡോഗുകളെയാണ് താല്പര്യം. ചെറിയ ഡോഗുകളെ ഇങ്ങനെ ബഹളം വയ്ക്കുന്ന, ഇപ്പോഴും ഇങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ഡോഗുകളെ ഇയാൾക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അയാൾ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. Their friendship has been shaped by a long history of shared hunting trips. ഇനി ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു കോമൺ ഫാക്ടറായിട്ട് നമ്മൾ കാണുന്നത് ഹണ്ടിങ് ട്രിപ്സ് ആണ്. രണ്ടുപേരും ഹണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഹണ്ട് ചെയ്യാൻ പോകുന്നതാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റി. ആൻഡ് എ പാക്ക് ടു ഷൂട്ട് ഈച്ച് അതേഴ്സ് ഡോഗ്സ് വെൻ നെസസറി. അതുകൂടാതെ ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടുപേരും ഹണ്ട് ചെയ്യാൻ പോകുന്നവരാണ്, ഡോഗ്സിനെയും കൊണ്ടാണ് പോകുന്നത്. രണ്ടുപേർക്കും ഡോഗ്സ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരുടെ ഡോഗ്സിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയാണെങ്കിൽ, അതിന് വല്ല അസുഖം വരികയോ അല്ലെങ്കിൽ അപകടം വരികയോ വന്നുകൊണ്ട് അതിന് നരകിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇവർ തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണ. അപ്പോൾ ഒരാളുടെ ഡോഗിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേയാൾ അതിനെ ഷൂട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം സ്വയം ഇങ്ങനെ വളർത്തുന്ന ഒരു ഡോഗിന് സ്വയം ഷൂട്ട് ചെയ്യാൻ അവർക്ക് മാനസികമായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് മറ്റേയാൾ അതിനെ ഷൂട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ധാരണ. As Henrik observes Morten and the small aggressive dog, he recalls the conversations, hunts and silent agreements that define their bond over the years. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഹെൻറിക്ക് ഇങ്ങനെ മോർട്ടനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മോർട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിനകത്ത് അയാളുടെ ഡോഗുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വീക്ഷിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ പണ്ട് ഹണ്ട് ചെയ്യാൻ പോയ കാര്യങ്ങളും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഡോഗ്സിന് വയ്യാതായ സമയത്ത് അതിനെ ഷൂട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങളും അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഹെൻറിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
Henrik remembers Morton's wife, a strong-willed intellectual woman whose ambitions and high standards often clashed with Morton's more superficial nature. അതിനുശേഷം ഹെൻറിക്ക് മോർട്ടന്റെ വൈഫിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, വൈഫ് മോർട്ടനെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്, അയാൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നുള്ളത്. അതിന്റെ കാരണങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഹെൻറിക്ക് ചിന്തിക്കുന്നത്. മോർട്ടന്റെ വൈഫ് ഒരു സ്ട്രോങ് വിൽഡ് ഇന്റലക്ച്വൽ വുമൺ ആണെന്നാണ് പറയുന്നത്. ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള, നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് മോർട്ടന്റെ വൈഫ് ഉണ്ടായിരുന്നതെന്ന് ഇദ്ദേഹം ഓർക്കുന്നു. മോർട്ടൺ ആണെങ്കിൽ അതേ സമയത്ത് സൂപ്പർഫിഷ്യൽ നേച്ചറാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മോർട്ടൺ ഉള്ളത്. ഇനി മോർട്ടന്റെ വൈഫ് ടിനക്കാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് വേണം, കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് തമ്മിൽ ചേരാത്തൊരു സാഹചര്യമൊക്കെ ഇവരുടെ വേർപിരിയലിന് കാരണമായതൊക്കെ ഹെൻറിക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഷീ ബ്രോട്ട് സൊഫിസ്റ്റിക്കേഷൻ ആൻഡ് ഹൈ എക്സ്പെക്ടേഷൻസ് ഇൻ ടു മോർട്ടൺസ് ലൈഫ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മോർട്ടന്റെ വൈഫ് ഇതുപോലെ ഹൈ സ്റ്റാൻഡേർഡും ഹൈ എക്സ്പെക്ടേഷനും ഒക്കെയാണ് മോർട്ടണിൽ ഇങ്ങനെ കൊടുക്കുന്നത്. ഹി ട്രൈ ടു മീറ്റ് ദി സ്റ്റാൻഡേർഡ് ആസ് സീൻ ബൈ ഗിവിംഗ് ഹിസ് ഡോഗ്സ് റിഫൈൻഡ് നെയിംസ് ബട്ട് കുഡിൻ സക്സീഡ്. മോർട്ടൺ കുറേയൊക്കെ ഈ ഒരു സ്റ്റാൻഡേർഡിനൊത്ത് ഉയരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത് മോർട്ടൺ തന്റെ ഡോഗ്സിന് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നെയിംസ് ആണ് ഇടുന്നത്. ഒരു ഉദാഹരണം പറയുന്നത് അരിയാഡ്നെ പിൽ നെക്സ, ആളുടെ ഡോഗിന് ഇട്ടിട്ടുള്ള പേരാണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള പേരൊന്നും നമ്മൾ ഡോഗ്സിന് ഇടാറില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈ ക്ലാസ്, ഹൈ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് മോർട്ടൺ ശ്രമിച്ചതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മളത് കാണുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി അയാൾക്ക് അയാളുടെ ആ സിംപ്ലിസിറ്റി വിട്ടുകൊണ്ട് ആ ഒരു ഹൈ ക്ലാസ്, ഹൈ സ്റ്റാൻഡേർഡ് ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ വേണ്ടി സാധിക്കുന്നില്ല. ദ സ്ട്രെയിൻ ഓഫ് ട്രൈങ് ടു അലൈൻ വിത്ത് ദർ ഐഡിയൽസ് ലെഫ്റ്റ് മോർട്ടൺ ഫീലിംഗ് ഇനാഡ്യൂക്കേറ്റ്. മോർട്ടന് അപ്പോൾ ഇനാഡ്യൂക്കേറ്റ്, താൻ കുറവുകളുള്ള ഒരാളാണ്, താൻ അത്രയ്ക്ക് ഉയർന്ന ഒരാളല്ല, താൻ മോശമാണ് തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ മോർട്ടണിലേക്ക് ഉണ്ടാവുന്നതിന് ഇത് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഹെൻറിക്ക് ചിന്തിക്കുന്നു. കോമ്പൗണ്ടഡ് ബൈ ഹെർ ഇവൻച്വൽ ഡിപ്പാർച്ചർ. ഇപ്പോൾ ആളുടെ വൈഫ് വിട്ടുപോയിരിക്കുന്ന സമയത്ത് കൂടുതൽ അങ്ങനെ താൻ മോശക്കാരനായിട്ടുള്ള ആളാണ്, താൻ കഴിവില്ലാത്തവനാണ് എന്നുള്ള ചിന്തകളൊക്കെ മോർട്ടൺ ഉണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഹെൻറിക്ക് ചിന്തിക്കുന്നു. The story details the weight of Henrik and Morton's pact as Henrik reflects on the times he fulfilled his role, shooting Morton's dogs when the time came. അതിനുശേഷം ഇവർ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഒരു പാക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞിരുന്നു. രണ്ടുപേരുടെയും ഡോഗ്സിന് വയ്യാതാവുന്ന സാഹചര്യത്തിൽ അതിനെ ഷൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം. അതിൻ്റെ ഒരു ഇമോഷണൽ വെയിറ്റിനെ കുറിച്ചിട്ടാണ് അടുത്തായിട്ട് ഹെൻറിക്ക് ചിന്തിക്കുന്നത്. പലതവണ ഹെൻറിക്കിന് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും അസുഖമായിട്ടും മറ്റുമൊക്കെയാണ് അത് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക പ്രയാസങ്ങളെ കുറിച്ചിട്ടൊക്കെ ഹെൻറിക്ക് ഇങ്ങനെ ചിന്തിക്കുന്നു. ഹി റിഫ്ലെക്ട്സ് ഓൺ ദി അൺകംഫർട്ടബിൾ നേച്ചർ ഓഫ് ദി മാസ്കുലൈൻ മാസ്ക്. മാസ്കുലൈൻ മാസ്ക് അല്ലെങ്കിൽ ഈ ഒരു പുരുഷ ചിന്താഗതിയുടെ ഒരു മാസ്കിന്റെ ഭാരത്തെ കുറിച്ചിട്ടാണ് ഹെൻറിക്ക് ചിന്തിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റീരിയോ ടൈപ്പിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ കരയില്ല, അവരിങ്ങനെ ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ സപ്രസ് ചെയ്ത് അടിച്ചമർത്ത് നിർത്തും തുടങ്ങിയിട്ടുള്ള. അതുപോലെ തന്നെ ഈ ഡോഗിന്, കൂട്ടുകാരുടെ ഡോഗിനെ ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള മനസ്സാന്നിധ്യം അവർക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു മാസ്കുലൈൻ മാസ്ക്, ഈ പുരുഷ ചിന്താഗതിയുടെ മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക പ്രയാസങ്ങളെ കുറിച്ചിട്ട് ഹെൻറിക്ക് ചിന്തിക്കുകയാണ്. ഒബ്സർവിംഗ് മോർട്ടൺ ഇൻ ദ ടോയ്ലറ്റ്, ഹെൻറിക് സീസ് എ മാൻ വോൺ ഡൗൺ ബൈ ദ ഇവന്റ്സ് ഇൻ ഹിസ് ലൈഫ്. അങ്ങനെ ഈ മങ്ങിയ പ്രകാശത്തിൽ, ഈ വൈകുന്നേരത്തെ മങ്ങിയ പ്രകാശത്തിൽ മോർട്ടനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടൊക്കെ തളർന്നു പോയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഹെൻറിക്ക് കാണുന്നത്. ഇൻ ദ ക്വയറ്റ് മൊമെന്റ് ഹെൻറിക് റെക്കഗ്നൈസസ് എ മോർ പ്രൊഫൗണ്ട് സാഡ്നെസ് ആൻഡ് കോംപ്ലക്സിറ്റി വിത്തിൻ മോർട്ടൺ, ലീവിംഗ് ഹിം വിത്ത് ആൻ അൺഈസി സെൻസ് ഓഫ് ഹൗ ദെയർ ലോയൽറ്റി ആൻഡ് ഹിസ്റ്ററി ബൈൻഡ്. അങ്ങനെ മോർട്ടനെ നോക്കുന്ന സമയത്ത് ഹെൻറിക്കിന് തോന്നുന്നത് വളരെ സാഡ് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു മനുഷ്യനാണ് മോർട്ടൻ എന്നുള്ള തരത്തിലാണ് ഹെൻറിക്കിന് അവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഹെൻറിക്കിന്റെ വാക്കുകളിൽ പറയുന്നത്, ഈ മോർട്ടന്റെ വൈഫ് ടീന ഇതുപോലെ പറയാറുണ്ട്, ഇയാൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, ഒരു സങ്കീർണമായിട്ടുള്ള മനുഷ്യനാണെന്നുള്ളത്. അതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇവനെ മോർട്ടനെ നോക്കുന്ന സമയത്ത് ഹെൻറിക്കിന് തോന്നുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തിന്റെ ബേസിലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഹെൻറിക്ക് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഈ മസ്കുലൈൻ വാല്യൂസിൽ, അതായത് ഒരുമിച്ച് ഹണ്ട് ചെയ്യാൻ പോവുക, ഇതുപോലെ ഇമോഷൻസ് സപ്രസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ബോണ്ട് ചെയ്യുന്നത്. മറിച്ച് പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയുക, ഷെയർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള രീതിയിലല്ല അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ മസ്കുലിൻ വാല്യൂസിനെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഫ്രണ്ട്ഷിപ്പുകൾ രണ്ടുപേർക്കും ഡിസ്ട്രക്റ്റീവ് ആണ്.
അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, കൂട്ടുകെട്ടിൽ വിട്ടിട്ട് നശിച്ചു പോവുക തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ രണ്ടുപേർക്കും ഇത് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ മാസ്കുലിൻ വാല്യൂസിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ സെറ്റിംഗ്സ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ദ പ്രൈമറി സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ഈസ് എ റൂറൽ ഏരിയ. ഒരു ഗ്രാമീണ പ്രദേശമാണ് ഈ സ്റ്റോറിയുടെ സെറ്റിംഗ് ആയിട്ട് നമ്മൾ കാണുന്നത്. സ്പെസിഫിക്കലി നിയർ എ ഫാം യാർഡ് ആൻഡ് ദി എഡ്ജ് ഓഫ് എ വുഡ്. മരങ്ങളൊക്കെയുള്ള ഒരു ഫാം യാർഡിന് അരികിലായിട്ടാണ് ഈ കഥ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഹെൻറിക് സ്റ്റാൻഡ് ഒബ്സർവിംഗ് മോർട്ടൺ ആൻഡ് ഹിസ് ഡോഗ് ഫ്രം എ ഡിസ്റ്റൻസ്. ഹെൻറിക്ക് അവിടെ നിന്നുകൊണ്ട് അയാളുടെ സുഹൃത്ത് മോർട്ടന്റെ ഡോഗും അവിടെ നിൽക്കുന്നുണ്ട്. അത് വീക്ഷിച്ചുകൊണ്ട് ചിന്തിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ഡോഗ്സ് ഡസ് മോർട്ടൺ പ്രിഫർ ആൻഡ് ഹൗ ഡസ് ഹെൻറിക് ഫീൽ അബൌട്ട് ദം? ഇനി മോർട്ടന് ഏത് തരത്തിലുള്ള ഡോഗ്സിനെയാണ് താല്പര്യം, ഹെൻറിക്കിന് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? മോർട്ടൺ പ്രിഫേഴ്സ് സ്മോൾ അഗ്രസീവ് ഡോഷൻസ്. ഡോഷണ്ട് എന്ന് വിളിക്കുന്ന ചെറിയ അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സിനെയാണ് മോർട്ടൺ പ്രിഫർ ചെയ്യുന്നത്. ഹെൻറിക് ഡിസ്ലൈക്സ് ദം. ഹെൻറിക്കിനാണെങ്കിൽ അതിന് താല്പര്യമില്ല. ഫൈൻഡിങ് ദം ടു സ്മോൾ ആൻഡ് ഡിസ്ട്രക്റ്റീവ് കമ്പയർഡ് ടു ഹിസ് ലാർജർ ഹണ്ടിങ് ഡോഗ്. ഹെൻറിക്കിന്റെ ഹണ്ടിങ് ഡോഗ് വലിയ ഡോഗാണ്. അതിനെ അപേക്ഷിച്ചിട്ട് ഈ മോർട്ടൺ പ്രിഫർ ചെയ്യുന്ന ഡോഗ്സ് വളരെ ചെറുതും അതുപോലെ അഗ്രസീവും ആണെന്നാണ് അയാളുടെ അഭിപ്രായം. ഹൗ ഡസ് ഹെൻറിക് വ്യൂ മോർട്ടൺസ് മാരേജ്? മോർട്ടന്റെ മാരേജിനെ കുറിച്ച് ഹെൻറിക്കിന്റെ വീക്ഷണം എന്താണ്? ഹെൻറിക് സീസ് മോർട്ടൺസ് മാരേജ് സ്ട്രെയിൻഡ്. തകർന്നു പോയിട്ടുള്ളൊരു വിവാഹബന്ധം എന്ന രീതിയിലാണ് മോർട്ടന്റെ മാരേജിനെ ഹെൻറിക്ക് നോക്കിക്കാണുന്നത്. വിത്ത് ഹിസ് വൈഫ് ഓൾവേസ് സെർച്ചിങ് ഫോർ സംതിങ് ബിയോണ്ട് ദിയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ഉള്ളതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നേടണം എന്നുള്ള അംബീഷ്യസ് ആയിട്ടൊരു ക്യാരക്ടറാണ് മോർട്ടന്റെ വൈഫ് എന്ന് ഹെൻറിക്ക് കരുതുന്നു. ഹി ഫീൽസ് ഷീ ലുക്ക്ഡ് ഡൗൺ ഓൺ മോർട്ടൺ മേക്കിംഗ് ഹിം ഫീൽ ഇൻഎഡ്യൂക്കേറ്റ്. അപ്പോൾ ഈ മോർട്ടൺ ഇൻഎഡ്യൂക്കേറ്റ് ആണ്, അതായത് പ്രാപ്തി ഇല്ലാത്ത ആളാണ്, കഴിവില്ലാത്ത ആളാണ് എന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സ് ഇദ്ദേഹത്തിന്റെ വൈഫ് ഇദ്ദേഹത്തിന് ഉണ്ടാക്കി എന്നുള്ളൊരു വീക്ഷണമാണ് ഹെൻറിക്കിനുള്ളത്. വാട്ട് പാക്ട് ഡിഡ് ഹെൻറിക് ആൻഡ് മോർട്ടൺ മേക്ക് റിഗാർഡിംഗ് ദർ ഡോഗ്സ്? ഇനി ഇവരുടെ ഡോഗ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തിയിട്ടുള്ളൊരു പാക്ട് അല്ലെങ്കിൽ ഉടമ്പടി എന്തായിരുന്നു? ഹെൻറിക് ആൻഡ് മോർട്ടൺ മേഡ് എ പാക്ട് ടു ഷൂട്ട് ഈച്ച് അതേഴ്സ് ഡോഗ്സ് വെൻ ദ ഡോഗ്സ് കുഡ് നോ ലോങ്ങർ ലിവ് കംഫർട്ടബിളി. ഇവരുടെ ഡോഗ്സിന് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഉടമ്പടി ഉണ്ടായിരുന്നത്. അതായത് പോലെ അസുഖം വന്നുകൊണ്ടോ അപകടം വന്നുകൊണ്ടോ അതിന് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഉടമ്പടിയാണ് ഇവർ ഏർപ്പെട്ടിരുന്നത്. ദ സീറ്റ് ആസ് എ വേ ടു ഗിവ് ദം എ ഡിഗ്നിഫൈഡ് എൻഡ്. അപ്പോൾ അങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ അഭിമാനത്തോടു കൂടി മരിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് അവരതിനെ കാണുന്നത്. Why does Henrik feel uncomfortable as he watches Morton in the farmyard? ഈ മോർട്ടനെ വീക്ഷിക്കുന്ന സമയത്ത് ഹെൻറിക്ക് അൺകംഫർട്ടബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? ഹെൻറിക് ഫീൽസ് അൺകംഫർട്ടബിൾ ബിക്കോസ് ഹി സെൻസസ് എ വൾണറബിലിറ്റി ഇൻ മോർട്ടൺ. മോർട്ടനെ വീക്ഷിക്കുന്ന സമയത്ത് അയാളിൽ ഒരു ദൗർബല്യം ഉള്ളതായിട്ട് കാണുന്നതുകൊണ്ടാണ് ഹെൻറിക്ക് അൺകംഫർട്ടബിൾ ആവുന്നത്. ഹി ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ഡാർക്ക്നെസ് ഓർ ഇമോഷണൽ ഡീകെ ഹി പെർസീവ്സ് ഇൻ ഹിം. അദ്ദേഹത്തിൽ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡീകെ, വൈകാരികമായിട്ടൊരു ശൂന്യത മോർട്ടനിൽ ഉണ്ട്. നമുക്കറിയാം, അയാൾ വൈഫൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അത്തരത്തിലൊരു ഇമോഷണൽ ഡീകെ അയാളിൽ കാണുന്നത് കൊണ്ടാണ് ഹെൻറിക്ക് ഇങ്ങനെ അൺകംഫർട്ടബിൾ ആവുന്നത്. ഹൗ ഡസ് ദ സ്റ്റോറി എക്സ്പ്ലോർ ദ തീം ഓഫ് മാസ്കുലിനിറ്റി? ഇനി മാസ്കുലിനിറ്റി എന്നുള്ള ഒരു തീം ഈ സ്റ്റോറി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ദ സ്റ്റോറി എക്സ്പ്ലോർസ് മാസ്കുലിനിറ്റി ത്രൂ ഹെൻറിക് ആൻഡ് മോർട്ടൺസ് സ്റ്റോയിക് റഗ്ഡ് കമ്പാനിയൻഷിപ്പ്. ഇവരുടെ ഒരു കമ്പാനിയൻഷിപ്പ്, സൗഹൃദം എന്ന് പറയുന്നത് സ്റ്റോയിക് ആണ്. അതായത് വികാരങ്ങൾ പ്രകടിപ്പിക്കാത്ത, ഇമോഷണൽ അല്ലാത്ത കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയോ മറ്റും ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഇമോഷൻസ് അടിച്ചമർത്തുന്ന, സപ്രസ് ചെയ്യുന്ന, വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇവർക്കുള്ളത് എന്നുള്ളത് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നു. ഇറ്റ് ഷോസ് ദെയർ പ്രാഗ്മാറ്റിക്, സംടൈംസ് ബ്രൂട്ടൽ അപ്രോച്ച് ടു ഡിഫിക്കൽട്ട് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് സച്ച് ആസ് യൂത്തനൈസിങ് ദെയർ ഡോഗ്സ്. ഇനി അവർ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള, വളരെ പ്രായോഗികമായിട്ടുള്ള, ഇമോഷൻസിനൊന്നും സമയമില്ല, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ഡോഗ്സിനെ ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു പാക്ട് ഇവർ ഉണ്ടാക്കിയതിൽ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ഇമോഷൻസ് എല്ലാം സപ്രസ് ചെയ്യുന്ന തരത്തിൽ ആണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്. അത്തരത്തിൽ ഇങ്ങനെ ഇമോഷൻസ് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയോ ചെയ്യുന്നതിന് പകരം എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് പുറമേക്ക് കാണിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് മാസ്കുലിനിറ്റിയെ അവതരിപ്പിക്കുന്നത്.
വാട്ട് ഡസ് മോർട്ടൻസ് വൈഫ് സിംബലൈസ് ഇൻ ദ സ്റ്റോറി? ഈ മോർട്ടന്റെ വൈഫ് ഈ സ്റ്റോറിയിൽ എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? മോർട്ടൻസ് വൈഫ് സിംബലൈസസ് അൺഅറ്റൈനബിൾ എക്സ്പെക്ടേഷൻസ് ആൻഡ് സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സ്. നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത എക്സ്പെക്ടേഷൻസും സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡുമാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ മോർട്ടന്റെ വൈഫ് സിംബലൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഹർ കോൺസ്റ്റന്റ് സെർച്ച് ഫോർ ഹൊറൈസൺസ് ലീവ്സ് മോർട്ടൻ ഫീലിംഗ് ഡിമിനിഷ്ഡ് ആൻഡ് ഐസൊലേറ്റഡ്. അവരെപ്പോഴും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം എന്നുള്ള ചിന്താഗതിയുള്ള ഒരു ക്യാരക്ടറാണ്. അത് മോർട്ടന് താൻ ഇനഡിക്വേറ്റ് ആണ്, താൻ കഴിവില്ലാത്തവനാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നു. ഹൗ ഡസ് ഹെൻറിക് ഫീൽ അബൌട്ട് ദ സൊഫിസ്റ്റിക്കേറ്റഡ് നെയിംസ് മോർട്ടൻ ഗീവ്സ് ഹിസ് ഡോഗ്സ്? ഇനി മോർട്ടൻ തന്റെ ഡോഗ്സിന് കൊടുത്തിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് നെയിംസിനെ കുറിച്ച് എന്താണ് ഹെൻറിക്ക് കരുതുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അറിയാനെ, പിൽ, നെക്സ തുടങ്ങിയിട്ടുള്ള പേരുകളാണ് തന്റെ ഡോഗ്സിന് മോർട്ടൻ നൽകിയിട്ടുള്ളത്. ഹെൻറിക് ഫൈൻഡ്സ് മോർട്ടൻസ് സൊഫിസ്റ്റിക്കേറ്റഡ് ഡോഗ് നെയിംസ് പ്രിട്ടൻഷ്യൻസ്. അത് പ്രിട്ടൻഷ്യൻസ് ആണ്, പ്രിട്ടൻഡ് ചെയ്യുന്നതാണ്, വെറും നാട്യം കാണിക്കുന്നതാണ് എന്നാണ് ഹെൻറിക്ക് കരുതുന്നത്. ഹി തിങ്സ് ദേ ക്ലാഷ് വിത്ത് ദ പ്രാക്ടിക്കൽ റഗ്ഡ് ലൈഫ് ഓഫ് ഹണ്ടിങ് ഡോഗ്സ്. ഈ ഹണ്ടിങ് ഡോഗ്സ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരുകൾ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഹൈ ക്ലാസ് ആയിട്ടുള്ള പേരുകൾ കൊടുക്കുന്നത്, ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലെ ആളുകളുടെ പേര് പോലത്തെ പേര്, മോഡലുകളുടെ പേര് പോലത്തെ പേര് കൊടുക്കുന്നത് ഹണ്ടിങ് ഡോഗ്സിന് ചേരുന്നതല്ല. അതിങ്ങനെ ഒരു നാട്യം കാണിക്കുന്നത് പോലെയാണെന്നാണ് ഹെൻറിക്ക് കരുതുന്നത്. വൈ ഡസ് ഹെൻറിക് തിങ്ക് എ ക്ലീൻ ഷോട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു എൻഡ് എ ഡോഗ്സ് ലൈഫ്? ഇനി ഒരു ഡോഗ് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനെ ഷൂട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഹെൻറിക്ക് കരുതുന്നത് എന്തുകൊണ്ടാണ്? ഹെൻറിക് ബിലീവ്സ് എ ക്ലീൻ ഷോട്ട് വൈൽ ദ ഡോഗ് ഈസ് ഡൂയിങ് സംതിങ് ഇറ്റ് ലവ്സ് ഈസ് ഹ്യൂമെയിൻ. ആ ഡോഗ് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അറിയാതെ അതിനെ ഷൂട്ട് ചെയ്യുന്നതാണ് മനുഷ്യത്വമുള്ള പ്രവൃത്തിയായിട്ട് ഹെൻറിക്ക് കരുതുന്നത്. ഇറ്റ് സ്പേഴ്സ് ഡോഗ് ഫ്രം ദ ഡിസ്കംഫർട്ട് ഓഫ് എ ക്ലിനിക്കൽ ഡെത്ത്. ഒരു ക്ലിനിക്കൽ ഡെത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി യൂത്തനൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് വിഷം കുത്തിവെച്ചിട്ടോ മറ്റോ ഒക്കെ അതിനെ അങ്ങനെ കൊല ചെയ്യുകയാണെങ്കിൽ, ആ ഡോഗിന് അറിയാൻ വേണ്ടി പറ്റും അതിനെന്തോ ചെയ്യുകയാണ്. അതിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ആ ഒരു അറ്റ്മോസ്ഫിയറിലും അതിനൊരു അപകടം അങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരം ഡിസ്കംഫർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഡോഗ് അതിന് ഇഷ്ടപ്പെട്ടെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് അറിയാതെ അതിനെ ഷൂട്ട് ചെയ്യുന്നതാണ് മനുഷ്യത്വമുള്ള ഒരു പ്രവൃത്തിയായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. വാട്ട് ഡസ് ഹെൻറിക് അൾട്ടിമേറ്റ്ലി റിയലൈസ് അബൌട്ട് മോർട്ടൻ? ഇനി മോർട്ടനെ കുറിച്ച് ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ ഹെൻറിക് എന്താണ് മനസ്സിലാക്കുന്നത്? ഹെൻറിക് റിയലൈസസ് ദർ ഇസ് എ ഡാർക്ക് കോംപ്ലക്സിറ്റി വിത്തിൻ മോർട്ടൻ. മോർട്ടന്റെ ക്യാരക്ടറിനകത്ത് ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്, ഒരു സങ്കീർണതയുണ്ട് എന്നുള്ള കാര്യമാണ് ഹെൻറിക്ക് മനസ്സിലാക്കുന്നത്. ഹി സെൻസസ് എ കൈൻഡ് ഓഫ് ഇന്റേണൽ ഡീകെ. അയാൾക്കൊരു ഇന്റേണൽ ഡീകെ ഉള്ളതായിട്ട്, അതല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ശൂന്യത അയാളിലുള്ളതായിട്ട് ഹെൻറിക്കിന് ഫീൽ ചെയ്യുന്നു. വിച്ച് ഹാസ് ലൈക്ലി വേഴ്സൺഡ് ആഫ്റ്റർ മോർട്ടൻസ് വൈഫ് ലെഫ്റ്റ് ഹിം. അപ്പോൾ ഇയാൾ പൊതുവിൽ അങ്ങനെ വൈകാരികത ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഈ ഡോഗ്സിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഉടമ്പടികളൊക്കെ അവർക്കിടയിൽ ഉണ്ടാവുന്നത്. അങ്ങനെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരാളല്ല മോർട്ടൻ. ഇയാളുടെ വൈഫ് ഇയാൾ ഉപേക്ഷിച്ച് പോയതിനു ശേഷം കൂടുതലും അങ്ങനെ ഒരു വികാരവും ഇല്ലാത്ത വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് മോർട്ടനെ ഹെൻറിക്ക് നോക്കിക്കാണുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൻറിക് ആൻഡ് മോർട്ടൻ. ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഹെൻറിക് ആൻഡ് മോർട്ടൻ ഷെയർ എ കോംപ്ലക്സ് ഫ്രണ്ട്ഷിപ്പ് റൂട്ടഡ് ഇൻ ദെയർ മ്യൂച്വൽ പാഷൻ ഫോർ ഹണ്ടിങ്. ഇവർ തമ്മിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണുള്ളത്. അത് അവരുടെ കോമൺ പാഷൻ ഫോർ ഹണ്ടിങ്, രണ്ടുപേരും ഹണ്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ്. അതിൽ നിന്നാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുന്നത്. Their relationship embodies traditional masculine values such as hunting and emotional suppression as seen in their pact. ഇനി ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ കാണുന്നത് മാസ്കുലിൻ വാല്യൂസ്, നമ്മൾ ഈ സ്റ്റീരിയോടൈപ്പിക്കലായിട്ട് ഈ പുരുഷന്മാരുടെ ക്യാരക്ടറുമായിട്ട് ചേർത്ത് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ കാണുന്നത്. അതായത് ഹണ്ടിങ്ങിന് പോവുക, അതുപോലെ തന്നെ ഇമോഷണൽ സപ്രഷൻ, ഇമോഷണലായിട്ട് എക്സ്പ്രസ് ചെയ്യാതെ അതെല്ലാം അങ്ങനെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക തുടങ്ങിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ കാണുന്നത്. ദ ഗ്രിം പാക്ട് ടു ഷൂട്ട് ഈച്ച് അതേഴ്സ് ഡോഗ് വെൻ നെസസറി സിംബലൈസസ് ദ ഡെപ്ത് ഓഫ് ദർ ലോയൽറ്റി ബട്ട് ഓൾസോ ദി ഇമോഷണൽ ബേർഡൻസ് ദേ ക്യാരി. ഇനി ഇവർ വളരെ ലോയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അതായത് പരസ്പരം എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ കാണുന്നത്. അവർ ഈ ഡോഗ്സിനെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയിൽ നമ്മൾ കാണുന്നുണ്ട്. മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള ലോയലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. എന്നാൽ അതേ സമയത്ത് അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഇമോഷണൽ ബേർഡൻസും നമ്മൾ അവരിൽ കാണുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി their bond reflects how deep friendships can simultaneously provide support and harbor hidden conflicts, highlighting the intricacies of male camaraderie.
അപ്പോൾ പുരുഷ സൗഹൃദങ്ങളിലുള്ള ഒരു കോംപ്ലക്സിറ്റിയാണ് നമ്മൾ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കാണുന്നത്. ഇവർ ഒരേ സമയത്ത് ലോയലാണ്, എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഇമോഷണൽ ബേർഡൻ, ഇവർ ഇമോഷണൽ എക്സ്പ്രഷൻ ഇല്ല, അത് അവരെ ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം അവർക്ക് ഉണ്ടാവുന്ന ബേർഡൻസും ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. വാട്ട് റോൾ ഡസ് ഹണ്ടിങ് പ്ലേ ഇൻ ദ സ്റ്റോറി? ഇനി ഈ സ്റ്റോറിക്കകത്ത് ഹണ്ടിങ്ങിന്റെ പ്രാധാന്യമാണ് ചോദിക്കുന്നത്. Hunting emerges as a pivotal theme in mutual destruction, representing the foundation of Henrik and Morton's friendship. ഹണ്ടിങ് ഈ സ്റ്റോറിയിൽ പ്രധാനപ്പെട്ട ഒരു തീമാണ്. ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഹെൻറിക്കും അതുപോലെ തന്നെ ഈ മോർട്ടനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ അടിസ്ഥാനമായിട്ട് ഈ ഹണ്ടിങ് ഹാബിറ്റ് ആണ് നമ്മൾ കാണുന്നത്. ദി ആക്ട് ഓഫ് ഹണ്ടിങ് സെർവ്സ് as a backdrop that illustrates their shared experiences, mutual interest and the camaraderie they have developed over the years. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ ഈ ഹണ്ടിങ്ങിനെ കാണുന്നുണ്ട്. കാരണം അവരുടെ കോമൺ ഇൻട്രസ്റ്റ് ആണ്, രണ്ടുപേർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ എക്സ്പീരിയൻസസ്, ഇവർ ഒരുമിച്ച് ഹണ്ട് ചെയ്യാൻ പോകുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഹണ്ടിങ്ങിനെ കാണുന്നത്. ഇറ്റ് ഓൾസോ ബ്രിങ്സ് ടു ലൈറ്റ് ദ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് ദി ഇമോഷണൽ റിപ്രഷൻ ദാറ്റ് അക്കമ്പനീസ് ട്രഡീഷണൽ മാസ്കുലൈൻ റോൾസ്. ഇതുകൂടാതെ ഈ സ്റ്റോറിക്കകത്ത് അവതരിപ്പിക്കുന്ന മാസ്കുലിനിറ്റി എന്നുള്ള തീമിന്റെ സിമ്പിളായിട്ട് കൂടി നമ്മൾ ഹണ്ടിങ്ങിനെ കാണുന്നുണ്ട്. പൊതുവിൽ ഒരു മാസ്കുലൈൻ ആക്ടിവിറ്റി ആയിട്ടാണ് ഹണ്ടിങ്ങിനെ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമോഷണൽ റിപ്രഷൻ, അതായത് ഒരു ജീവിയെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് കുറച്ച് ഇമോഷണൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ ഈ മാസ്കുലിനിറ്റിയുടെ ഒരു സിമ്പിളായിട്ട് കൂടി ഈ സ്റ്റോറിയിൽ നമ്മൾ ഹണ്ടിങ്ങിനെ കാണുന്നുണ്ട്. ദർ പാക്ട് റിഗാർഡിംഗ് ദ ഡോഗ്സ് ഫർദർ അണ്ടർസ്കോർസ് തീം ultimately reflect in the darker aspects of masculinity. അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി, ഇവരുടെ ഡോഗ്സിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ധാരണ, ഈ ഒരു തീം കൂടുതൽ നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. അപ്പൊ പൊതുവിൽ നമ്മൾ ഈ സ്റ്റോറിക്കകത്ത് ഹണ്ടിങ് കാണുന്നത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടും അതുകൂടാതെ തന്നെ ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കപ്പെടുന്ന മാസ്കുലിറ്റി എന്നുള്ള തീമിന്റെ ഒരു സിമ്പിൾ ആയിട്ടുമാണ് നമ്മളത് കാണുന്നത്. ഹൗ ഡസ് ദ സ്റ്റോറി പോർട്രേ മോർട്ടൺസ് വൈഫ് ആൻഡ് വാട്ട് ഇമ്പാക്ട് ഡസ് ഷീ ഹാവ് ഓൺ മോർട്ടൺ? ഇനി ഈ സ്റ്റോറിയിൽ മോർട്ടന്റെ വൈഫിനെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, മോർട്ടനിൽ അവർ എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത്? മോർട്ടൻസ് വൈഫ് ഈസ് പോർട്രേഡ് ആസ് എ സ്ട്രോങ് വിൽഡ് ആൻഡ് ഇന്റലക്ച്വലി അംബീഷ്യസ് വുമൺ, സിഗ്നിഫിക്കന്റ്ലി ഇൻഫ്ലുവൻസിംഗ് ഹിസ് സെൽഫ് പെർസെപ്ഷൻ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. മോർട്ടന്റെ വൈഫിനെ ഈ സ്റ്റോറിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സ്ട്രോങ് വിൽഡ് ഇന്റലക്ച്വൽ അംബീഷ്യസ് വുമൺ ആയിട്ടാണ്. അതായത് നല്ല കഴിവുകളുള്ള, കൂടുതൽ ജീവിതത്തിൽ ഉയരങ്ങൾ നേടണം എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് മോർട്ടനിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. മോർട്ടന്റെ സെൽഫ് പെർസെപ്ഷൻ, താൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന രീതിയിലേക്ക് അയാൾ ചിന്തിക്കുന്നതിനും അതുപോലെ തന്നെ അയാളുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഇമ്പാക്ട് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹെർ വൈബ്രന്റ് നിക്നെയിം സ്കൈലാർക്ക് ഹൈലൈറ്റ്സ് എ ഡൈനാമിക് പേഴ്സണാലിറ്റി വിച്ച് കോൺട്രാസ്റ്റ് ഷാർപ്ലി വിത്ത് മോർട്ടൻസ് മോർ ഗ്രൗണ്ടഡ് നേച്ചർ. ഇനി ഈ മോർട്ടന്റെ വൈഫിനെ സ്കൈലാർക്ക് എന്നാണ് അവരുടെ സ്റ്റുഡൻസ് ഒക്കെ വിളിക്കുന്നത് എന്നാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയുടെ ഒരു സിമ്പിളായിട്ട് നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് മോർട്ടൻ എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. മോർട്ടന്റെ വൈഫ് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, കൂടുതൽ ഉയരങ്ങൾ വേണം, കൂടുതൽ സ്റ്റാൻഡേർഡ് വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളും, മോർട്ടൻ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീക്ഷണത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന ആളുമായിട്ടാണ് നമ്മൾ കാണുന്നത്. The high expectations she sets creates a sense of inadequacy within Morton. ഇനി ഇവരുടെ ഈ ഹൈ എക്സ്പെക്ടേഷൻസ് മോർട്ടനിൽ ഒരു ഇന്നാഡിക്വൻസി ഫീൽ ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. അതായത് അയാൾ കാര്യപ്രാപ്തി ഇല്ലാത്ത ആളാണ്, കഴിവില്ലാത്ത ആളാണ് എന്ന് തോന്നൽ അയാൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. കമ്പല്ലിംഗ് ഹിം ടു സ്ട്രൈവ് ഫോർ ഐഡിയൽസ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ഫീൽസ് അൺഅറ്റൈനബിൾ. അയാൾ ആ ഒരു സ്റ്റാൻഡേർഡിനൊത്ത് ഉയരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അയാളുടെ ഡോഗ്സിന് ആൾ പേരിട്ട കാര്യത്തെ കുറിച്ചിട്ടൊക്കെ. എന്നാൽ അയാൾക്ക് അത് കഴിയാത്ത രീതിയിലാണ് അത് അവസാനിക്കുന്നത്. Her departure leaves Morton grappling with the feelings of failure and profound isolation, emphasizing the emotional weight of their marriage. ഇനി അൾട്ടിമേറ്റ്ലി അയാളുടെ വൈഫ് അയാളെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നമ്മൾ സ്റ്റോറിയിൽ കാണുന്നത്. അപ്പോൾ അയാൾ ഈ ഒരു ഫെയിലിയർ, അയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇനാഡിക്വേറ്റ് ആണെന്നുള്ള, താന് പ്രാപ്തിയില്ലാത്ത ആളാണ്, കാര്യശേഷി ഇല്ലാത്ത ആളാണ്, കഴിവില്ലാത്ത ആളാണ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഫീലിങ്സും ഈ ഒറ്റപ്പെടലും എല്ലാം ഉള്ള രീതിയിലാണ് ഈ ഒരു വൈഫിന്റെ ക്യാരക്ടർ ഇയാളുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വാട്ട് സിഗ്നിഫിക്കൻസ് ഡസ് ദ പാക്ട് ബിറ്റ്വീൻ ഹെൻറിക് ആൻഡ് മോർട്ടൺ ഹോൾഡ്? ഇനി ഹെൻറിക്കും മോർട്ടനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള പാക്ട് അല്ലെങ്കിൽ ഉടമ്പടിയുടെ പ്രാധാന്യം എന്താണ്?
The pact between Henrik and Morton to shoot each other's dogs serves as a poignant symbol of the complexities inherent in their friendship. അവരുടെ ഒരു സൗഹൃദത്തിലെ ഒരു കോംപ്ലക്സിറ്റി, സങ്കീർണത കാണിക്കുന്നതിനുള്ള ഒരു സിമ്പലായിട്ടാണ് നമ്മൾ ഈ ഒരു ഉടമ്പടിയെ കാണുന്നത്. It reflects a brutal honesty in their bond, illustrating how love and duty are intertwined in their relationship. അത് ഒരേ സമയത്ത് ഓണസ്റ്റിയും ലോയൽറ്റിയും കാണിക്കുന്നുണ്ട്, എന്നാൽ അതേ സമയത്ത് തന്നെ ഇമോഷണൽ ബേർഡനും കാണിക്കുന്നുണ്ട്. അതായത് ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ന തരത്തിലുള്ള ഒരു ലോയൽ ഫ്രണ്ട്ഷിപ്പിന്റെ സിമ്പിളായിട്ട് നമ്മൾ അവിടെ അത് കാണുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന ഇമോഷണൽ ബേർഡൻ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അതിൽ കാണുന്നുണ്ട്. ദ പാക്ട് റീഇൻഫോഴ്സസ് ട്രഡീഷണൽ മാസ്കുലൈൻ ഐഡിയൽസ്. ഇത് കൂടാതെ മാസ്കുലൈനിറ്റിയുടെ ഒരു സിമ്പിളായിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു പാക്ടിനെ കാണുന്നത്. ഹൈലൈറ്റിംഗ് ഹൗ ബോത്ത് മെൻ നാവിഗേറ്റ് ദെയർ ഇമോഷണൽ ലാൻഡ്സ്കേപ്സ് ത്രൂ ദിസ് വയലന്റ് റിച്വൽ. അതായത് ഫ്രണ്ടിന്റെ ഡോഗിനെ, അവരെന്നും കാണുന്ന ഡോഗിനെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഇമോഷണൽ സപ്രഷൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ ഇങ്ങനെ വൈകാരിക പ്രകടനങ്ങൾ നടത്താത്ത, വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിൽക്കുക തുടങ്ങിയിട്ടുള്ള മാസ്കുലൈൻ സ്റ്റീരിയോ ടൈപ്സിന്റെ ഒരു സിമ്പിളായിട്ട് കൂടി നമ്മൾ ഈ ഒരു പാക്ടിനെ കാണുന്നുണ്ട്. While it symbolizes a deep commitment to one another, it also underscores the psychological toll such loyalty exacts. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് അവരുടെ ഒരു ലോയൽറ്റി, ഒരു ലോയൽ ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യും എന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന് സിമ്പിളായിട്ട് നമ്മളത് കാണുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ അത്തരത്തിലുള്ള ഈ ഒരു ലോയൽറ്റി ഇമോഷണലായിട്ട്, സൈക്കോളജിക്കലായിട്ട് ഉണ്ടാക്കുന്ന ബേർഡനെ കുറിച്ചിട്ട് കൂടി നമ്മൾ ഈ ഒരു പാക്റ്റിൽ കാണുന്നുണ്ട്. ഹൗ ഡസ് ദ സ്റ്റോറി എക്സ്പ്ലോർ ദ തീം ഓഫ് ലോയൽറ്റി? ഇനി ലോയൽറ്റി എന്നൊരു തീം ഈ സ്റ്റോറിക്കകത്ത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ലോയൽറ്റി ഈസ് ഇൻട്രിക്കേറ്റ്ലി വോവൺ ഇൻ ടു ദ ഫാബ്രിക് ഓഫ് മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ, പർട്ടിക്കുലർലി ത്രൂ ദ ബോണ്ട് ബിറ്റ്വീൻ ഹെൻറിക് ആൻഡ് മോർട്ടൺ. ലോയൽറ്റി എന്നുള്ളൊരു തീം ഹെൻറിക്കും മോർട്ടണും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് ഈ സ്റ്റോറിക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ദർ ഫ്രണ്ട്ഷിപ്പ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഷെയർഡ് എക്സ്പീരിയൻസസ്. അവരെ ഒരുമിച്ച് ഹണ്ട് ചെയ്യാൻ പോവുക തുടങ്ങിയിട്ടുള്ള ഷെയർഡ് എക്സ്പീരിയൻസസ് ആണ് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിൽ കാണുന്നത്. ഇൻക്ലൂഡിംഗ് ദി അൺസെറ്റിലിംഗ് പാക്ട് ടു യൂത്തനൈസ് ഈച്ച് അതേഴ്സ് ഡോഗ്സ് വെൻ നെസസറി. ഇനി അവിടെ ലോയൽറ്റിയുടെ ഒരു അടയാളമായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു പാക്ട് അല്ലെങ്കിൽ ഉടമ്പടിയാണ്. അവരുടെ ഡോഗ്സിന് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരാൾ മറ്റേയാളുടെ ഡോഗിനെ ഷൂട്ട് ചെയ്യും എന്നുള്ളതാണ് അവർ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി. അതാണ് ഇവർ ഫ്രണ്ട്സിന് വേണ്ടി ഏത് കാര്യങ്ങളും ചെയ്യും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ലോയൽറ്റിയുടെ അടയാളമായിട്ട് നമ്മളിവിടെ കാണുന്നത്. The story prompts reflection on the true costs of loyalty in relationships. ഇനി റിലേഷൻഷിപ്സിൽ ലോയൽറ്റി കൊണ്ട് എന്ത് വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു വീക്ഷണം ഈ സ്റ്റോറിക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. സജസ്റ്റിംഗ് ദാറ്റ് വൈൽ ലോയൽറ്റി ഈസ് അഡ്മിറബിൾ, ഇറ്റ് ക്യാൻ ഓൾസോ മാനിഫെസ്റ്റ് ഇൻ ഹാംഫുൾ വേസ്. ലോയൽറ്റി അഡ്മിറബിൾ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത് എങ്കിലും എന്നാൽ അതിന് ഒരു മറുവശം കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നു. Ultimately, the narrative illustrates how loyalty can be a double-edged sword, shaping relationships in both positive and negative directions. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്ന ലോയൽറ്റി ഒരു ഡബിൾ എഡ്ജഡ് സോഡ് പോലെയാണ്. അതായത് ഒരു പോസിറ്റീവ് വശവും ഉണ്ട്, ഒരു നെഗറ്റീവ് വശവും ഉണ്ട്. പോസിറ്റീവ് വശം നമുക്കറിയാം, ലോയൽറ്റി ഫ്രണ്ട്ഷിപ്പിൽ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. എന്നാൽ അതിലൊരു നെഗറ്റീവ് വശമുണ്ട്. കാരണം നമ്മൾ അത്തരത്തിലേക്ക് ലോയൽ ആയതിന്റെ പേരിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി ഈ സ്റ്റോറിക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റോറീസ് ടൈറ്റിൽ മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ. ഇനി മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ പരസ്പര നാശം എന്നർത്ഥം വരുന്ന ഈ സ്റ്റോറിയുടെ ടൈറ്റിലിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. The title Mutual Destruction encapsulates the underlying tensions in Henrik and Morton's friendship, where loyalty and emotional repression coexist. ഇനി ഇവരുടെ ഫ്രണ്ട്ഷിപ്പിലെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. ഒന്ന്, അവർ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ലോയലാണ്, ലോയൽറ്റി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇമോഷണൽ റിപ്രഷൻ. നമ്മൾ സാധാരണ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുക, അങ്ങനെ ഇമോഷണൽ ആയിട്ട് ഫ്രീ ആവുക എന്നുള്ള കാര്യമല്ല നമ്മളിവിടെ കാണുന്നത്. മറിച്ച് മാസ്കുലൈൻ വാല്യൂസിനോട് ചേർന്ന് നിൽക്കുന്ന, ഇങ്ങനെ വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ഹെൻറിക്കിലും മോർട്ടനിലും കാണുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് their bond deeply rooted in shared experiences can lead to both physical and psychological harm. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ഇമോഷണൽ റിപ്രഷൻ ഉള്ള, അങ്ങനെ ഈ ഇമോഷൻസ് എല്ലാം അടിച്ചമർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്ത ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ആക്ച്വലി ഒരു മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ ആണ്, പരസ്പരം അവരെ നശിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് എന്നുള്ളൊരു ഹിന്റ് ഈ ഒരു ടൈറ്റിലൂടെ നമ്മൾ കാണുന്നു.
The pact to euthanize each other's dogs serves as a powerful symbol of the destructive elements in the relationship. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ആ ഒരു ഡോഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉടമ്പടി അവരുടെ റിലേഷൻഷിപ്പിലെ ഒരു ഡിസ്ട്രക്റ്റീവ് എലമെന്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. റിഫ്ലക്ടിങ് ദ ബേർഡൻസ് ദാറ്റ് അക്കമ്പനി ലോയൽറ്റി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ലോയൽറ്റി കാരണം കൊണ്ട് നമുക്ക് പലപ്പോഴും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആ ഒരു ഉടമ്പടിയുടെ ഈ ഒരു അവതരണത്തിലൂടെ ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ദ ടൈറ്റിൽ ഹൈലൈറ്റ്സ് ദ ഡാർക്കർ സൈഡ് ഓഫ് മെയിൽ കംബറാഡറി, illustrating how adherence to traditional masculine ideals can result in mutual harm. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ നമ്മൾ കാണുന്നത് ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള മാസ്കുലിൻ ഐഡിയൽസ്, അതായത് ഇമോഷണൽ ആയിട്ട് ഇവിടെ എക്സ്പ്രഷൻ നടത്തില്ല, ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും കരയില്ല, തളരില്ല, അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും തുടങ്ങിയിട്ടുള്ള ഈ ഇമോഷൻസ് എല്ലാം അടിച്ചമർത്തുന്ന ആ ഒരു ട്രഡീഷണൽ സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള മാസ്കുലിൻ ഐഡിയൽസ് പരസ്പരം അവർക്ക് നാശം വരുത്തുന്ന ഒന്നാണ് എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഒരു ടൈറ്റിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. എസ്എ ക്വസ്റ്റ്യൻസ് ഇതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ പോയിന്റ്സിന് പുറമെ ബാക്കി വരുന്ന കാര്യങ്ങൾ നമ്മൾ പാരഗ്രാഫിലും അതുപോലെ സമ്മറിയിലും സൂചിപ്പിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, അനലൈസ് ദ റോൾ ഓഫ് മാസ്കുലിനിറ്റി ഇൻ മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ. ഈ ഒരു സ്റ്റോറിക്കകത്ത് മാസ്കുലിനിറ്റി എന്നുള്ളൊരു തീമിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. മാസ്കുലിനിറ്റി ഈസ് ഡിപ്പിക്റ്റഡ് ത്രൂ ട്രഡീഷണൽ ഐഡിയൽസ് ലൈക്ക് സ്ട്രെങ്ത്, റെസീലിയൻസ് ആൻഡ് ഇമോഷണൽ റിസ്ട്രെയിൻറ്റ്. ഈ ഒരു സ്റ്റോറിക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള ഐഡിയൽസ് വെച്ചുകൊണ്ട് തന്നെയാണ് മാസ്കുലിനിറ്റിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനകത്ത് ഈ ഒരു ഇമോഷണൽ റിസ്ട്രെയിൻ, ഇവർ ഇമോഷൻസ് എല്ലാം അടിച്ചമർത്തുകയാണ്, ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോലെ കാണിക്കുന്ന അത്തരത്തിലുള്ള ഒന്നായിട്ടാണ് മാസ്കുലിനിറ്റിനെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹെൻറിക് ആൻഡ് മോർട്ടൻസ് ഫ്രണ്ട്ഷിപ്പ് ഈസ് റൂട്ടഡ് ഇൻ ഹണ്ടിങ് വിച്ച് റിഫ്ലക്ട്സ് ദീസ് മാസ്കുലിൻ വാല്യൂസ്. ഇനി ഈ സ്റ്റോറിയിൽ പ്രധാന ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഹെൻറിക്കും മോർട്ടനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവർ ഒരുമിച്ച് ഹണ്ട് ചെയ്യാൻ പോകുന്നതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആ ഹണ്ടിങ് എന്ന് പറയുന്നത് തന്നെ ഒരു മാസ്കുലിൻ ഐഡിയൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. Their pact to shoot each other's dog symbolizes a grim loyalty. നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലൊക്കെ പറഞ്ഞു പോയ കാര്യം തന്നെയാണ് അവരുടെ ആ ഒരു ഉടമ്പടി. അത് ആ ഒരു ലോയൽറ്റിയുടെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റിനെ കുറിച്ചിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. സജസ്റ്റിംഗ് മെയിൽ ബോൺസ് ഓഫ്റ്റൻ ഇന്റർവൈൻ വിത്ത് വയലൻസ് ആൻഡ് ഇമോഷണൽ റിപ്രഷൻ. അപ്പോൾ പുരുഷ സൗഹൃദങ്ങളിൽ പലപ്പോഴും ഈ ഒരു വയലൻസും അതുപോലെ തന്നെ ഇമോഷണൽ സപ്രഷനും നമ്മൾ ഈ ഒരു സമ്മറിയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലെ ഈ ഒരു വയലൻസും അതുപോലെ തന്നെ ഇമോഷണൽ സപ്രഷനും സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള ഈ ഒരു മെയിൽ ഫ്രണ്ട്ഷിപ്പിനകത്ത് വരുന്നതിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ വീണ്ടും സൂചിപ്പിക്കുന്നു, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, സ്റ്റീരിയോടൈപ്പിക്കൽ എന്നതാണ് നമ്മൾ പറയുന്നത്. പൊതുവിൽ അങ്ങനെയാണ് അതിനെക്കുറിച്ച് കരുതപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. The story critiques how masculinity demands emotional detachment as both men suppress vulnerabilities. അപ്പോൾ ഈ സ്റ്റോറിയിൽ അത്തരത്തിലുള്ള ഒരു ഐഡിയലിനെയാണ് വിമർശിക്കുന്നത്. രണ്ട് ക്യാരക്ടേഴ്സും അവരുടെ ഈ ഒരു ഇമോഷണൽ വൾണറബിലിറ്റീസ് എല്ലാം സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോർട്ടൻ ഇവിടെ അയാളുടെ വൈഫ് അയാൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അയാളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അത് ഈ ഹെൻറിക്കുമായിട്ട് സംസാരിക്കുന്നതായിട്ടോ അത്തരത്തിലുള്ള ഡിസ്കഷൻ ഇവർ തമ്മിൽ നടക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. അതിനെ കുറിച്ചിട്ട് ഹെൻറിക്ക് പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാസ്കുലിൻ ഐഡിയൽസ് ആയിട്ടുള്ള ഒരുമിച്ചുള്ള ഹണ്ടിങ്, അതുപോലെ തന്നെ ഡോഗിനെ ഷൂട്ട് ചെയ്യുക തുടങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വരുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ കാണുന്നു. The story suggests rigid masculine ideals lead to self-destruction and unacknowledged pain. അപ്പോൾ ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ റിജിഡ് മാസ്കുലൈൻ ഐഡിയൽസ്, അതായത് സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള ഈ മാസ്കുലൈൻ വാല്യൂസ് മുറുകെ പിടിക്കുന്നത്, അതായത് ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ കരയില്ല, തളരില്ല, ഏത് പ്രതിസന്ധി ഉണ്ടായാലും മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ പറയില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കും തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ ശരിക്കും നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യുന്നതാണ്, നമുക്ക് നാശം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നത്. It questions whether adherence to such ideals harms both individuals, men and their relationships. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്തുള്ള രണ്ടു പേർക്കും ഇത് വിനാശകരമാണ് എന്നുള്ള രീതിയിലാണ് ഈ മാസ്കുലിൻ ഐഡിയൽസിനെ ഈ സ്റ്റോറിക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൻറിക്സ് ഒബ്സർവേഷൻസ് അബൌട്ട് മോർട്ടൻ ആൻഡ് ഹൗ ദേ ഷേപ്പ് ദ നരേറ്റീവ്. ഇനി ഈ സ്റ്റോറിയിൽ ഹെൻറിക്ക് മോർട്ടനെ കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങളുടെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിക്കുന്നത്.
Henrik's perspective provides insights into Morton's insecurities and emotional burdens. ഹെൻറിക്ക് മോർട്ടനെ കുറിച്ച് നടത്തുന്ന ഈ നിരീക്ഷണങ്ങളിലൂടെയാണ് മോർട്ടന്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടും അയാളുടെ ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റീഡേഴ്സിന് മനസ്സിലാവുന്നത്. ഒബ്സർവിംഗ് മോർട്ടൻസ് സോളിറ്റ്യൂഡ് ആഫ്റ്റർ ഹിസ് ഫാമിലീസ് ഡിപ്പാർച്ചർ, ഹെൻറിക് റിഫ്ലക്ട്സ് ഓൺ ദെയർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സൈലന്റ് അഗ്രിമെന്റ്സ്. ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഇവിടെ മോർട്ടൺ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ആളുടെ വൈഫ് അയാൾ ഉപേക്ഷിച്ച് പോയി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ മോർട്ടനെ ഇവനെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും മോർട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ ഹെൻറിക്ക് ഇങ്ങനെ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതുമായിട്ടാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. അപ്പോൾ ഹെൻറിക്കിന്റെ ഈ ചിന്തകളിലൂടെയാണ് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് റീഡേഴ്സിന് മനസ്സിലാവുന്നത്. Henrik's reflections reveal Morton's struggle with his wife's ambitions and high standards, which intensify his inadequacies. ഇനി മോർട്ടന്റെ വൈഫുമായിട്ടുള്ള അയാളുടെ പ്രശ്നങ്ങൾ, വൈഫ് ഹൈ സ്റ്റാൻഡേർഡ് ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നതും മോർട്ടൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റീഡേഴ്സിന് മനസ്സിലാവുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹെൻറിക്കിന്റെ ഈ ഒരു റിഫ്ലക്ഷൻസിലൂടെ അല്ലെങ്കിൽ അയാളുടെ ചിന്തകളിലൂടെയാണ്. ദി ഒബ്സർവേഷൻസ് ഹൈലൈറ്റ് ദെയർ പാക്സ് ഇമോഷണൽ ടോൾ, അണ്ടർസ്കോറിംഗ് ലോയൽറ്റി ലേസ്ഡ് വിത്ത് പെയിൻ. അതുകൂടാതെ ഇവരുടെ ആ ഒരു പാക്ട്, നമ്മൾ പലതവണ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഒരു ഉടമ്പടിയുടെ ആ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ ഡോഗിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു മാനസിക വിഷമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം ഈ സ്റ്റോറിയുടെ നരേറ്റീവ് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹെൻറിക്കിന്റെ ഈ ഒരു റിഫ്ലക്ഷൻസിലൂടെയാണ്. ഹെൻറിക്സ് ഡിസ്കംഫർട്ട് വിത്ത് മോർട്ടൺസ് ചോയ്സസ് ബിൽഡ്സ് ടെൻഷൻ, ക്വസ്റ്റ്യനിങ് ദി ഒതന്റിസിറ്റി ഓഫ് ദെയർ ബോണ്ട്. ഇനി സ്റ്റോറിയുടെ അവസാനമാകുമ്പോൾ നമ്മൾ കാണുന്നത് ഹെൻറിക്ക് അൺകംഫർട്ടബിൾ ആവുന്നതാണ്. അതായത് മോർട്ടന്റെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഹെൻറിക്കിന് അൺകംഫർട്ടബിലിറ്റി ആണ് ഫീൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒതന്റിസിറ്റി എന്താണ്, നേരത്തെ പറഞ്ഞ ആ ഒരു ഹണ്ടിങ് അതുപോലുള്ള ആ ഒരു കോമൺ എക്സ്പീരിയൻസിന്റെ അപ്പുറത്തേക്ക് ഒതന്റിക് ആയിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് ഉള്ളത് എന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങളിലേക്കാണ് ഈ ഹെൻറിക്കിന്റെ ഈ റിഫ്ലക്ഷൻസ്, നിരീക്ഷണങ്ങൾ എത്തുന്നത്. These observations deepen the theme of mutual destruction, portraying emotional repression's impact on friendship. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻസിലൂടെയാണ് ഈ സ്റ്റോറിയുടെ തീം അവതരിപ്പിക്കുന്നത്. അതായത് ഇമോഷണൽ റിപ്രഷൻ, അതായത് സൗഹൃദങ്ങൾ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മുടെ ഫ്രണ്ടിന്റെ മുമ്പിൽ ഞാൻ വളരെ മനക്കട്ടിയുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ കരയാതെ, നമ്മൾ ഒന്നും തുറന്നു പറയാതെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഈ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. രണ്ടുപേരും പരസ്പരം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, അവർ വളരെ സ്ട്രോങ് ആണ്, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ തളരില്ല എന്നുള്ള രീതിയിലാണ് അവർ പരസ്പരം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു തീം ഈ ഒബ്സർവേഷൻസിലൂടെയാണ് നമ്മൾ എത്തുന്നത്. Henrik's awareness becomes a catalyst, emphasizing the cause of loyalty and traditional masculinity. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഹെൻറിക്കിന്റെ ഈ ഒരു നിരീക്ഷണങ്ങളിലൂടെ ഹെൻറിക്ക് ലാസ്റ്റ് എത്തുന്നുണ്ട് എന്ത്, മോർട്ടൺ ഒരു കോംപ്ലക്സ് ക്യാരക്ടർ ആണ് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് അയാൾ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോയൽറ്റി, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇമോഷണൽ റിപ്രഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മ്യൂച്വലി ഡിസ്ട്രക്റ്റീവ് ആണ് എന്നുള്ളൊരു തീം ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിംബോളിസം ഓഫ് ദ ഡോഗ്സ് ഇൻ മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ. ഈ സ്റ്റോറിക്കകത്ത് ഡോഗ്സ് എങ്ങനെയാണ് സിംബൽസ് ആയിട്ട് വരുന്നതാണ് ചോദിക്കുന്നത്. ദ ഡോഗ്സ് റെപ്രസെന്റ് ബോത്ത് റിലേഷൻഷിപ്പ് ഡൈനാമിക് ബിറ്റ്വീൻ ഹെൻറിക് ആൻഡ് മോർട്ടൺസ് പേഴ്സണൽ സ്ട്രഗിൾസ്. ഡോഗ്സ് ഈ സ്റ്റോറിക്കകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംബൽസ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിലെ ഒരു ഘടകമായിട്ട് ഈ ഡോഗ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ മോർട്ടന്റെ പേഴ്സണൽ സ്ട്രഗിളിന്റെ സിംബലായിട്ട് നമുക്ക് ഡോഗ്സിനെ കാണാവുന്നതാണ്. Morton's dashes reflect his attempt to align with his wife's refined ideals, yet they fail to serve a hunting purpose. മോർട്ടൺ ഡാഷുണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ചെറിയ ഡോഗ്സ് ആണ് അയാളുടെ കയ്യിലുള്ളത്, അയാൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് അയാളുടെ വൈഫിന്റെ ഈ ഒരു ഹൈ സ്റ്റാൻഡേർഡ്, ഹൈ ക്ലാസ് ഐഡിയൽസുമായിട്ട് ചേർന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അയാൾ തിരഞ്ഞെടുത്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഡോഗ്സിന് കൊടുക്കുന്ന പേരുകളും അതുപോലെയുള്ള ഒരു സിമ്പിളായിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഹണ്ടിങ്ങിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാനാണ് ഡോഗ്സ് എന്ന രീതിക്ക് ഒരു പർപ്പസ് ഇല്ലാത്ത കാര്യമായിട്ട് ഇയാള് ഇതുപോലെ ഈ ഒരു സൊസൈറ്റിയിൽ സ്റ്റാൻഡേർഡിനൊപ്പം എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഡോഗ്സിനെ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ദിസ് റിഫ്ലെക്ട്സ് മോർട്ടൺസ് ഓൺ സ്ട്രഗിൾ ടു മീറ്റ് സൊസൈറ്റൽ ആൻഡ് മെറിറ്റൽ എക്സ്പെക്ടേഷൻസ്, ഡീപ്പനിങ് ഹിസ് ഫീലിംഗ്സ് ഓഫ് ഇനാഡിക്വസി. അപ്പോൾ മോർട്ടന്റെ ഒരു ഇനാഡിക്വസി, താൻ കഴിവില്ലാത്ത ഒരാളാണ് തുടങ്ങിയിട്ടുള്ള തോന്നലുകളൊക്കെ ഈ സ്റ്റോറിക്കകത്തുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു.
അപ്പോൾ അയാളുടെ വൈഫിന്റെ ഒരു എക്സ്പെക്ടേഷൻസ്, സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ നിറവേറ്റാൻ കഴിയാത്ത ഒരു പരാജയത്തിലാണ് ഇരിക്കുന്നത്. അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് ഈ ഡോഗ്സ് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, ഇയാള് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് ചെറിയ ഡോഗ്സിനെ കൊണ്ടുപോവുക, അതുപോലെ തന്നെ ഡോഗ്സിനെ കൊടുത്തിരിക്കുന്ന പേര് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിൽ അയാളുടെ ആ ഒരു ഇന്നർ സ്ട്രഗിളിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. The pact to shoot each other's dogs signifies emotional sacrifices made in the name of loyalty and masculinity. ഇത് കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പോയിട്ടുള്ള അവർ തമ്മിൽ ഉടമ്പടി, അവരുടെ ഈ ഒരു ലോയൽറ്റി, മസ്കുലിനിറ്റി തുടങ്ങിയിട്ടുള്ള വാല്യൂസിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഈ ഒരു സാക്രിഫൈസിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. The ritual of killing dogs becomes symbolic of the destructive nature of their loyalty and unexpressed emotions. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആ ഒരു ലോയൽറ്റിയുടെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നത് തുടങ്ങിയതിന്റെ സിമ്പിൾസ് ആയിട്ട് ഈ ഡോഗ്സിനെ കില്ല് ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ കാണുന്നത്. ത്രൂ ദ ഡോഗ്സ് ദ സ്റ്റോറി റിവീൽസ് ദ സ്കാർസ് ലെഫ്റ്റ് ബൈ അഡ്ഹിയറൻസ് ടു മാസ്കുലിൻ ഐഡിയൽസ് ആൻഡ് ദ തീം ഓഫ് മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഈ സ്റ്റോറിയുടെ തീമായിട്ട് വരുന്ന ഈ മാസ്കുലിൻ ഐഡിയൽസിലൂടെ നടക്കുന്ന മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ എന്നുള്ള കാര്യം ഡോഗ്സിന്റെ ഈ സിമ്പിൾസിലൂടെയാണ് സ്റ്റോറിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ തരത്തിൽ ഡോഗ്സ് ഈ സ്റ്റോറിയിൽ സിംബോളിക് ആയിട്ട് വളരെ മീനിങ് ഫുൾ ആണെന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.